കണ്ടെടുത്തോളം മോഹൻലാലിന് ഇല്ല, വെറുതെ കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. 3D വിഷ്വലൊക്കെ എങ്ങനെയുണ്ട്? വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷെ കുട്ടികൾക്കൊക്കെ ഫാമിലി ആയിട്ട് കുട്ടികൾക്ക് കണ്ടിരിക്കാൻ ഒരു കൊമിക്ക് പോലെ കണ്ടിരിക്കാവുന്നുള്ളൂ. കുട്ടിച്ചാത്തനൊക്കെ കഴിഞ്ഞ് മലയാളത്തിൽ ഇതേപോലെ ആദ്യത്തെ പടമായിരിക്കും. മലയാളത്തിൽ അങ്ങനെ ഒരുപാട് 3D സിനിമ വന്നിട്ടില്ലല്ലോ. കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ അത്ര വലിയ ഹൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അവർ പറഞ്ഞത് വെച്ച് തന്നെ അത്ര തന്നെ പടമുള്ളൂ. ഒരു എക്സ്പീരിയൻസ് മൂവി അത്രേ ഉള്ളൂ. മോഹൻലാലിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ടെന്ന് മോഹൻലാലിന്റെ ഡയറക്ഷനെ പറ്റി ഞാൻ പറയാനോ? ഇല്ല, നാളത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല രീതിക്ക് വരായിരിക്കും. പിന്നെ ഫാമിലി ആയിട്ട് വെറുതെ കണ്ടിരിക്കാവുന്നൊരു പടം അത്രേ ഉള്ളൂ. ഹൈപ്പൊന്നും പറഞ്ഞില്ലല്ലോ അവര്. സാറിന് ഒരു മൂവി ആണെന്ന് തന്നെ പറഞ്ഞുള്ളൂ. കുഴപ്പമില്ല, കണ്ടിരിക്കാം. അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫും കൂടി കണ്ടാൽ നമുക്കൊരു ഫസ്റ്റ് ഹാഫ് വരെയും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഗ്യാപ്പും അങ്ങനെ നമുക്കൊരു തുടർച്ചയായിട്ട് അങ്ങനെ ഒരു അടിപൊളിയായിട്ട് കാണാൻ എന്തോ അടിപൊളിയാണ്. പക്ഷേ 3Dയുടെ എല്ലാവരും എഫക്റ്റും ഉണ്ട്. ഇപ്പോഴാണെങ്കിലും എന്താ പറയുക, ബാക്കി നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ ആ ഒരു ഫീൽ തന്നെയാണ്. വേറെ കുഴപ്പമില്ല, അടിപൊളിയാണ്. അടിപൊളിയാണ്. ലാലേട്ടൻ്റെ എല്ലാ ഒരു ഇതും ഉണ്ട്. പറയാനായിട്ട് ഡയറക്ടറിനാണെങ്കിലും ലാലേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്യുക, അഭിനയിക്കുക, എല്ലാം അടിപൊളിയാണ്. ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ മൊത്തം കണ്ടാലാണ് ഇത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും കണ്ടാൽ എത്ര സൂപ്പറാണ്, അടിപൊളിയാണ്. ഫസ്റ്റ് 3D നൈസ് എഫക്റ്റാണ്. എഫക്റ്റൊക്കെ ഉണ്ട്, നല്ല എഫക്റ്റാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് കാണണം. കുഴപ്പമില്ല, കണ്ടിരിക്കാം. കിഡ്സിനാണ് ഇത്രയും കൂടെ ഇത് എഫക്റ്റ് കൂടുതൽ. യങ്സ്റ്റേഴ്സിന് അത്ര ഇതല്ല, പക്ഷേ കുഴപ്പമില്ല, എക്സ്പീരിയൻസ് ചെയ്യാം. 3D എഫക്റ്റ് പോകണം. 3D എഫക്റ്റ് മലയാളത്തിൽ ഇതേപോലെ ഒരു 3D പടം ഇല്ല, ഇപ്പം അല്ലേ ആദ്യത്തെ അല്ലേ, കുഴപ്പമില്ല, നൈസ് എഫക്റ്റ്. ഓക്കെ, നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു പടം? ആവറേജ് ഫിലിം. 3D നല്ല